എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദിവസം ഒന്നുമായില്ല, ഒരു 2-3 ദിവസം മുമ്പേ. ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറഞ്ഞ പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന, അടൂര് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരുപാട് അലിഗേഷൻസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു സംഭവം. ഇതിനകത്ത് സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞത് അവിടെ വർക്ക് ചെയ്ത 1-2 ദിവസം വർക്ക് ചെയ്ത ഒരു സ്ത്രീ നടത്തിയ ഒരു പ്രശ്നത്തെ തുടർന്നിട്ടാണ് ഈ വീഡിയോ എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നേന്ന് പറയാം. ഇപ്പൊ കുറച്ച് അപ്ഡേറ്റുകൾ കൂടെ ആ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ പ്രായമായ വൃദ്ധരായ ആളുകളെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെ നോക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥയായിട്ട് നിൽക്കുന്ന ആൾ, അതായത് ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീ, അവർക്കൊരു മകനുണ്ട്, വിഷ്ണു. ഈ വിഷ്ണു എന്ന് പറയുന്ന മകൻ അവിടെ തന്നെ വളർന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല, കാരണം അത് മറ്റേ പോസ്കോ വിഭാഗത്തിൽ വന്നിട്ടുണ്ട്. ഈ പോസ്കോ എന്ന് പറയുന്ന മറ്റേ ഒറിജിനൽ പേര് എനിക്ക് അറിയാത്തോണ്ടല്ല കേട്ടോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് നമ്മൾ പറയുന്നില്ല. ആ പെൺകുട്ടിയുടെ പേരും അദ്ദേഹത്തിന്റെ വിഷ്ണു എന്ന പേരിലും യൂട്യൂബ് ചാനലൊക്കെ റൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരികയാണ്. സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ, അതായത് 18 വയസ്സ് തികഞ്ഞ് നമ്മുടെ നാട്ടിൽ കല്യാണപ്രായത്തിന് അംഗീകരിക്കുന്ന ഒരു വയസ്സാകുന്നതിന് മുമ്പേ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. അതിനുശേഷം ഇത് ചെവി അറിയാതെ ഇവർ പിടിച്ച് കെട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് 7 മാസത്തിൽ കുഞ്ഞുണ്ടായി. ഇതൊക്കെയായിരുന്നു ഇതിനകത്തെ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഈ വിഷ്ണുവും ഈ ഉദയഗിരിജ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ അമ്മയും എന്താണ് ഈ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാതെ. ആറാഴ്ച ആകുമ്പോഴത്തേന് എപ്പോൾ ഒന്നുകൂടെ എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വീഡിയോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പെടാന്നേലോ യൂട്യൂബിൽ ഇട്ടപ്പെടാന്നേലോ ഒത്തിരി ഒരു മെസ്സേജ് ഞങ്ങളുടെ കുട്ടിക്ക് ആദ്യം ഇതുണ്ടായിരുന്നു, പിന്നെ ഇത് പോകും. ഇത് കാരണം ഡേറ്റ് ആവാതെ പ്രസവിക്കുമ്പോഴത്തേന് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന്. എത്ര മാസത്തിലാണ് ഡെലിവറി കഴിഞ്ഞത്? ഇപ്പൊ 7 കഴിഞ്ഞപ്പോഴത്തേന് 8 മാസം 2-3 ദിവസം കൂടെ 8 മാസം. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഇങ്ങനെ കുളിപ്പിച്ച് തുടങ്ങിയിട്ടില്ല ഇതുവരെ. കുഞ്ഞിന് വെയിറ്റ് കുറവായതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഡെലിവറിക്ക് വേണ്ടി ഡേറ്റ് ആണത്. ഡേറ്റ് കുറവാകുമ്പോൾ നീട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മള് എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ 2-3 ദിവസം കൂടിയിരിക്കുമ്പോൾ ഞങ്ങള് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. അതായത് ഇവരിവിടെ ബ്രാൻഡ് ചെയ്യുകയാണ്. ആ കുഞ്ഞ് പുറത്തേക്ക് വന്നത്, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ആ മാസം തികയാതെയാണ് എന്നുള്ള കാര്യത്തിനകത്ത്. ഇത് ഒരു കള്ളമാണെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ, ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 മാസം അല്ലെങ്കിൽ 8 മാസം അടക്കുമ്പോഴത്തേനും ഡെലിവറി കഴിഞ്ഞു. ആയതിനാൽ ആൾക്കാർ സംസാരിക്കുന്നത് ഈ കുട്ടി അപ്പോൾ 18 വയസ്സാകുന്നതിന് മുമ്പേ, ഈ കുട്ടിക്ക് 18 വയസ്സും കുറച്ച് ദിവസങ്ങളുള്ളപ്പോൾ മാത്രമാണ് ഈ ഒരു വിവാഹം നടക്കുന്നത്. അതിന് മുമ്പേ ആൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു എന്നാണ് കമന്റ് ബോക്സുകളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരുന്നൊരു സാധനം. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് ഇവരിത് പറഞ്ഞത്. അപ്പോൾ അത് 8 മാസം അല്ലെങ്കിൽ 7 മാസം ഇത്ര ദിവസത്തിലാണ് കുഞ്ഞ് പ്രസവിച്ചത്, അപ്പോൾ കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ആൾക്കാർക്ക് വീണ്ടും സംശയം തോന്നാനുള്ള കാരണം, ഡെലിവറി നടന്ന് 4ാമത്തെ ദിവസം ഇവർ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ പോയി. അപ്പോൾ ഒരിക്കലും ആ മാസം തികയാതെ പ്രസവിക്കുന്ന ഒരു കുഞ്ഞിന് അതിൻ്റെതായ കെയറുകൾ കൊടുക്കണം, അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും നടത്താതെ 4ാം ദിവസം ഇവർ പോയി. അപ്പോൾ കുഞ്ഞ് പൂർണ്ണ വളർച്ചയിലാണ് പുറത്തേക്ക് വന്നതും ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോയതും. ഇതാണ് ചർച്ചകൾ നടന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേസും കൂട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വാർത്തയും കൂടെ ഒന്ന് കേട്ടിട്ട് ഈ ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് നമുക്ക് വരാം. ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് CWCയുടെ റിപ്പോർട്ടിലുള്ളത്. CWCയുടെ റിപ്പോർട്ടിലുള്ളത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണ് പുറത്തേക്ക് വന്നതെന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ഈ 7 മാസം 8 മാസം എന്നുള്ള സാധനം വെറും കള്ളത്തരമാണെന്ന് നിലവിലെ സാഹചര്യം വരെ നമുക്ക് സംശയിക്കാവുന്ന രീതിയിലാണ് വന്നത്. കാരണം ഇതിന്റെ പേരിൽ ആർക്കെതിരെയും കേസ് എടുത്തിട്ടുമില്ല, ഇതിന്റെ പേരിൽ ഒരു കൃത്യമായിട്ടൊരു റിസൾട്ട് ഇതുവരെ വന്നിട്ടുമില്ല. ഇതെല്ലാം അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്ന ഈ ഡേറ്റ് ഉടായിപ്പാന്ന് നമുക്ക് മനസ്സിലാകാം. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന് ഹൃദയത്തിലൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഉള്ളതാവാം കേട്ടോ, അത് എത്രയും പെട്ടെന്ന് ക്യൂർ ആവട്ടെ. പക്ഷേ ഈ മാസത്തിന്റെ കഥ ഒരു കള്ളത്തരമായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതല്ല കേട്ടോ മെയിൻ സംഭവം, ഞാൻ വരുന്നേ ഉള്ളൂ.
2024 ഒക്ടോബർ 9 പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായത്. 2 ആഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം. ഈ കാലയളവ് കണക്കാക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. ഇപ്പോഴും നിരവധി അതാണ് അവിടുത്തെ ഒരു ചോദ്യം. ഇവിടെയാണ് ഈ സന്ധ്യാ പല്ലവിയുടെ പ്രാധാന്യം നമുക്ക് വരുന്നത്. ഈ സന്ധ്യാ പല്ലവി എന്ന് പറഞ്ഞിട്ട് ഈ അനാഥ മന്ദിരത്തിൽ അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിയമവിരുദ്ധമാണ്. അവർക്ക് കൃത്യമായ പരിഗണനകൾ കിട്ടുന്നില്ല, അവരെ ഭയങ്കരമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നു, അവരെ ഒരു പണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നാണ് ഈ സന്ധ്യാ പല്ലവിയുടെ ആരോപണം വന്നത്. ഈ ആരോപണം എത്ര ശതമാനം ശരിയാണ് എന്ന് ചിന്തിക്കേണ്ട തരത്തിലേക്കാണ് ഇപ്പോൾ ഇത് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം അവിടെ വളർന്നൊരു കുട്ടി ഗർഭിണിയായതിനു ശേഷം ഇദ്ദേഹമായിട്ട് കല്യാണം കഴിച്ചു എന്നാണ് നിലവിലെ സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നത്. അതാണോ നമുക്കറിയത്തില്ല കേട്ടോ, പ്രോപ്പറായിട്ടുള്ള ഇത് പോലീസിൻ്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള എത്ര പേര് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം, ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ നടക്കുന്ന ട്രീറ്റ്മെൻറ്റ് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ്റെ പാസ്റ്റൊക്കെ അപ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ടി വരും. ഇവർ ആടപടലെന്നാറും. ഇനി എനിക്കിനകത്ത് തോന്നി മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഇത് ഈ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും ഇവർ പറഞ്ഞത് ഈ ന്യൂസ് ശരിയാണെങ്കിൽ ഇവർ ഇത്രയും പബ്ലിസിറ്റി കൊടുത്ത് ഇങ്ങനൊരു കല്യാണം നടത്തി വെക്കുമോ? അപ്പോൾ പിന്നെ ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇത്ര മാസം പ്രഗ്നൻ്റ് ആയതൊക്കെ ഗസ് ചെയ്യത്തില്ലേ? അപ്പോൾ അതാണ് അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബാക്കിയേക്കാം. കുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. CWC റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. 7-ാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു. കുഞ്ഞിന്റെ ശാരീരിക വളർച്ച, പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് പോലീസ് അന്വേഷിക്കും. ഇതിനകത്ത് ഈ യുവതി പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നത്. പക്ഷേ 7 മാസത്തിലാണ് കുഞ്ഞ് പുറത്തേക്ക് വന്നത്, അല്ലെ 8 മാസത്തിലാണ് കുഞ്ഞ് പുറത്തേക്ക് വന്നതെന്നാണ് കുടുംബം ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടത്. പക്ഷേ പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞാണെന്ന് ഇവർ ഓൾറെഡി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇനി ഇതിനകത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ നിലവിൽ ഇതുപോലെ ഒരുപാട് ചാരിറ്റി സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലെല്ലാം അവർ ആ സ്ഥാപനം റൺ ചെയ്യുന്ന, ഈ പറഞ്ഞ ചാരിറ്റിക്ക് റൺ ചെയ്യുന്നത് വളരെ ചുരുക്കം ആളുകളാണ്. ഒരുപാട് പേര് ഇത് റൺ ചെയ്യുന്നത്, ഒരു ചാരിറ്റി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാമ്പത്തികമായ ലാഭം ഉദ്ദേശിച്ച് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവർ സന്തോഷപൂർവമായൊരു ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാലും അവിടുത്തെ സ്ഥാപനത്തിൽ കുറേ ആൾക്കാരെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് പുറത്തേക്ക് വരുന്നു. അവിടെ ശരിയായിട്ടല്ല നോക്കുന്നത്, അവിടുത്തെ ആളുകൾക്ക് സംതൃപ്തിയല്ല എന്ന് പറയുന്നു. ഈ സന്ധ്യാ പല്ലവി എന്ന് പറയുന്ന ആ ഒരു ജോലിക്ക് കയറിയ ആൾ 1-2 ദിവസം മാത്രമേ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത്രയും കാലയളവിൽ മാത്രം വർക്ക് ചെയ്തൊരു സ്റ്റാഫിനോട് ഈ ഇവരുടെ സംതൃപ്തമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരാൾ വന്നിട്ട് ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളെ ശരിയായിട്ടല്ല നോക്കുന്നത് എന്ന് മൊബൈലിൽ പകർത്താൻ തക്ക രീതിയിൽ നിന്ന് കൊടുക്കും ഒരു വീഡിയോ എടുക്കാനായിട്ട്. അത് മറ്റൊരു സംശയം. സോ എനിക്ക് മനസ്സിലാകുന്ന ആ സ്ഥാപനത്തിലല്ല, ആ സ്ഥാപനത്തിലുള്ളവർ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവർ റെക്ടിഫൈ ചെയ്തിട്ട്, ഞാൻ അവരെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ എന്നെ കൊണ്ട് അവരെ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അവരത് മൈൻഡ് പോലും ചെയ്തില്ല. ഇനി നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നൊരു സാധനമാണിത്. ഒന്ന്, ഇവരെന്തിന് കള്ളം പറഞ്ഞു? ഈ കുഞ്ഞ് പൂർണ്ണ വളർച്ചയോടെയാണ് പുറത്തേക്ക് വന്നതെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഇത് മറ്റേ പോസ്കോയുടെ അണ്ടറിൽ തന്നെ വരും. അപ്പോൾ എന്തിന് ഇവർ ആവശ്യമില്ലാത്തൊരു കള്ളം പറഞ്ഞു? അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന ബാക്കി കാര്യങ്ങളിലൊക്കെ എത്ര ശതമാനം ശരിയുണ്ട് എന്നുള്ള ചോദ്യം കൂടെ വരും. ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. പക്ഷേ ഈ കേസ് നിൽക്കുമോ ഇല്ലയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് മറ്റേ ആ ഒരു വകുപ്പിൻ്റെ അണ്ടറിൽ തന്നെ വരുമെങ്കിലും ഇപ്പം അവർ വിവാഹം കഴിഞ്ഞ് സന്തോഷപൂർവ്വം ജീവിക്കുമ്പോഴത്തേനും ചെറുക്കനെ പൊക്കിയെടുത്ത് ജയിലിനകത്തിടുന്നത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ അത് തകർക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണെന്നല്ലോ കേട്ടോ, ഇത് ശരിയല്ല. പക്ഷേ ഇനിയിപ്പോൾ അതിനകത്ത് നിയമസാധ്യതകൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് ആ പോസ്കോയുടെ അണ്ടർ കേസെടുത്ത് പുള്ളിക്കാരനെടുത്ത് അകത്തിറണോ, അതോ അവരെ ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കണം? പക്ഷേ തീർച്ചയായിട്ടും അവിടെയുള്ള ബാക്കി അംഗങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം തീർച്ചയായിട്ടും വരണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും എപ്പോഴും മറ്റൊരു ഡേറ്റാണ്. ബൈ.